നമസ്കാരം. മഹാസൂര്യഗ്രഹണം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. എന്നാൽ സൂര്യഗ്രഹണ ശേഷം ചെയ്യേണ്ടതായ വിശേഷപ്പെട്ട കാര്യങ്ങളുണ്ട്. ദോഷങ്ങളും ദുരിതപൂർണമായ അവസ്ഥയിൽ നിന്നും മോചനം ലഭിക്കാൻ ചെയ്യേണ്ടതായ വിശേഷപ്പെട്ട കാര്യങ്ങൾ, ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. ഇന്നേ ദിവസം ജ്യോതിഷപരമായി പരിശോധിക്കുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഗ്രഹണശേഷം കഷ്ടകാലം ആരംഭിച്ചിരിക്കുന്ന സമയമാകുന്നു. എന്നാൽ ചില നക്ഷത്രക്കാർക്ക് രാജയോഗ തുല്യമായ ഫലങ്ങൾ വന്ന് ചേർന്നിരിക്കുന്ന ദിവസവുമാണ്. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വെള്ളിയാഴ്ച നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാരും 7 ദിവസങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങൾ തന്നെയാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും കാഠിന്യം കുറയും എങ്കിലും 7 ദിവസം ശ്രദ്ധിക്കുവാൻ ശ്രമിക്കുക. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ശുഭകരമല്ലാത്ത ചില വാർത്തകൾ കേൾക്കുവാനും അപകട സാധ്യതകളും വർദ്ധിക്കുന്നതായ സമയമാകുന്നു. ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ഈ സമയം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകണം എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. സാമ്പത്തികപരമായി ചതി സംഭവിക്കാനും ധനനഷ്ടം സംഭവിക്കാനും സാധ്യത വളരെ കൂടുതലുള്ള സമയമാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളും ശ്രദ്ധയോടെ തന്നെ വീക്ഷിച്ച് മുന്നോട്ട് പോവുക. അതിനാൽ തന്നെ ഇവർ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും പരമശിവനെ ധാരയും പിൻവിളക്കും നടത്തുന്നത് അതീവ ശുഭകരമാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും രക്തപുഷ്പാഞ്ജലി നടത്തുന്നതും ശുഭകരം തന്നെയാണ്. ഈ നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ ഓർത്ത് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം മകീരം നക്ഷത്രമാണ്. മകീരം നക്ഷത്രക്കാരായ വ്യക്തികൾക്കും ശുഭകരമല്ലാത്ത സമയമാണ് എന്ന് നിസ്സംശയം പറയാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദോഷഫലങ്ങൾ വന്നു ചേരാം. ധനപരമായ നഷ്ടങ്ങൾ അല്ലെങ്കിൽ ധനപരമായ പ്രയാസങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയങ്ങൾ തന്നെയാണ് ഇത്. ഈ സമയം അഗ്നി, വാഹനം, ജലം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു. ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപകടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ പുലർത്തി ചെയ്യേണ്ടതാകുന്നു. അത് തൊഴിൽപരമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും. കാരണം തൊഴിൽപരമായും പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രയാസങ്ങൾ, മനക്ലേശങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും ഈ 7 ദിവസങ്ങളിൽ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ഈ സമയം അല്പം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകണം എന്ന കാര്യമാണ് ഏവരും ഓർക്കേണ്ടത്. ഈ സമയം തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക. കൂടാതെ ധാരയും പിൻവിളക്കും കൂവളമാലയും സമർപ്പിക്കുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ദേവിക്ക് രക്തപുഷ്പാഞ്ജലി വഴിപാട് നടത്തുന്നതും ഏറ്റവും ശുഭകരം തന്നെയാണ്. അതിനാൽ ഈ കാര്യവും നിങ്ങൾ ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പുണർദം നക്ഷത്രമാണ്. പുണർദ നക്ഷത്രക്കാർക്കും ഗ്രഹണശേഷമുള്ള ഈ ദിവസങ്ങൾ അത്ര ശുഭകരമല്ല എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. പല രീതിയിലുള്ള ദുരിതപൂർണമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ സാധ്യത കൂടുതലുള്ള സമയം തന്നെയാണ് ഇത്. അതിനാൽ തന്നെ ഈ സമയം ശ്രദ്ധയോടെ മുന്നോട്ട് പോയില്ല എങ്കിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള ദുരിതപൂർണമായ കാര്യങ്ങൾ വന്നു ചേരും. വാഹനം, ജലം, അഗ്നി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപകടങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. അതിനാൽ ഈ സമയം അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു. കൂടാതെ ഈ സമയം ധനപരമായ നഷ്ടങ്ങൾ വന്നു ചേരുന്നതിനും പ്രതീക്ഷിച്ച രീതിയിൽ കൈകളിലേക്ക് ധനം വന്നു ചേരാത്തതായ അവസ്ഥയും നിങ്ങൾക്ക് സംഭവിക്കാവുന്നതാണ്. അതിനാൽ ഈ സമയം ശ്രദ്ധ പുലർത്തണം എന്ന കാര്യമാണ് പ്രത്യേകം ഓർത്തിരിക്കേണ്ടത്. ധനപരമായ നഷ്ടങ്ങൾക്കും ചതി സംഭവിക്കാനും സാധ്യത കൂടുതലാകുന്നു. വിചാരിച്ചതുപോലെ കാര്യങ്ങൾ സംഭവിക്കാത്തതിനാൽ മനക്ലേശങ്ങളോ മനപ്രയാസങ്ങളോ വന്നു ചേരാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വിഷമങ്ങൾ വന്നു ചേരാം. അതിനാൽ തന്നെ ഈ സമയം ഇഷ്ടദേവതയെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ശിവക്ഷേത്രത്തിൽ തീർച്ചയായും ദർശനം നടത്തുകയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുകയും ധാരയും പിൻവിളക്കും കൂവളമാലയും സമർപ്പിക്കുക.
ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ദേവിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തുന്നതും ശുഭകരം തന്നെയാണ്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അവിട്ടം നക്ഷത്രമാകുന്നു. അവിട്ടം നക്ഷത്രക്കാർക്കും ശുഭകരമല്ല ഈ സമയം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. പല രീതിയിലുള്ള ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. ഈ സമയം വാഹനാപകടങ്ങൾക്ക് പോലും സാധ്യത വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ്. അഗ്നി, ജലം, അതേപോലെ തന്നെ വാഹനം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപകടങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. തൊഴിൽ നഷ്ടം സംഭവിക്കാനോ തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കോ മനക്ലേശങ്ങൾക്കോ സാധ്യത കൂടുതലാകുന്നു. ധനപരമായി പല രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായി വരും എന്ന കാര്യവും ഓർക്കുക. ധനപരമായ ഉയർച്ച പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ വന്ന് ചേരണം എന്നില്ല. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വിഷമങ്ങൾ നൽകുന്ന കാര്യമായി മാറും. ഈ സമയം നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ പലവിധ പ്രശ്നങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ വീക്ഷിച്ച് മുന്നോട്ട് പോവുക. ഒരു കാര്യത്തിലും എടുത്തുചാടാൻ പാടില്ല എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ ദുരിതപൂർണമായ അവസ്ഥ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. സാമ്പത്തികമായി വളരെയധികം നഷ്ടങ്ങൾക്കും മനപ്രയാസങ്ങൾക്കും കാരണമാകാം. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും ധാരയും പിൻവിളക്കും കൂവളമാലയും സമർപ്പിക്കുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും രക്തപുഷ്പാഞ്ജലി നടത്തുകയും ചെയ്യുക. തീർച്ചയായും ശുഭകരമായ മാറ്റങ്ങൾ വന്നു ചേരും. തിരുവാതിര നക്ഷത്രമാണ് മറ്റൊരു നക്ഷത്രം. അതിനാൽ തന്നെ ഇവർ തീർച്ചയായും ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ്. ധനപരമായി പ്രതീക്ഷിച്ച രീതിയിൽ ഉയർച്ച നേടുവാൻ സാധിക്കണം എന്നില്ല. ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. അതിനാൽ തന്നെ ഈ സമയം ധനപരമായി പല രീതിയിലുള്ള പ്രയാസങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. തൊഴിൽപരമായ പ്രശ്നങ്ങൾ മനക്ലേശങ്ങൾക്ക് കാരണമാകാം. കൂടാതെ ഈ സമയം തൊഴിൽ നഷ്ടത്തിന് പോലും സാധ്യത കൂടുതലാകുന്നു. ജലം, വാഹനം, അഗ്നി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപകട സാധ്യതകളുണ്ട്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വന്നു ചേരാം. ആശുപത്രി വാസത്തിനും സാധ്യത അല്പം കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വിജയം നേടുവാൻ സാധിക്കണം എന്നില്ല. ധനപരമായ നഷ്ടങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ വന്നു ചേരാം. അതിനാൽ ഈ സമയവും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുന്നതും അതീവ ശുഭകരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഈ സമയം ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്ന സമയമാണ് എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ദേവിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും അതീവ ശുഭകരമായ കാര്യമാണ് എന്നോർക്കുക. ഇനി ശുഭകരമായ നക്ഷത്രങ്ങൾ, രാജയോഗതുല്യമായ ഫലങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രങ്ങൾ ഏതെല്ലാമാണ് എന്ന് വിശദമായി മനസ്സിലാക്കാം. രാജയോഗതുല്യമായ ഫലങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രങ്ങൾ ഇപ്രകാരമാണ്. ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ശുഭകരമായ സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം നേടുവാൻ സാധിക്കുക, പെട്ടെന്ന് ഉയർച്ച നേടുക, ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത വർദ്ധിക്കുക. കൂടാതെ ഈ സമയം ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയങ്ങൾ നേടുകയും സാമ്പത്തികപരമായ ഉയർച്ച നേടുകയും തൊഴിൽപരമായും ബിസിനസ് പരമായും വളരെയധികം ഉയർച്ച നേടുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി ധനഭാഗ്യം കടന്നു വരിക, കുടുംബസൗഖ്യം വന്നു ചേരുക, സുഹൃത്തുക്കളുടെ പിന്തുണ, സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രേയസ് വർദ്ധിക്കുക, ഭൗതിക രംഗത്തും നേട്ടങ്ങൾ വന്നു ചേരുക. ഇത്തരത്തിൽ നിരവധിയാർന്ന കാര്യങ്ങൾ, ശുഭകരമായ കാര്യങ്ങൾ വന്ന് ചേരുന്ന സമയമാകുന്നു. അതിനാൽ തീർച്ചയായും ഈ സമയം പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്കും ഈ സമയം വളരെയധികം അനുകൂലമായ സമയമാകുന്നു. അധികാരമുള്ള പദവികൾ, കൂടാതെ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ വേഗത്തിൽ ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കുക, പല രീതിയിലുള്ള വിഷമങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുക, പഠനത്തിൽ മുന്നോക്കം വരാൻ സാധിക്കുക, ദുർബോധനകൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കുക, മക്കളുമായി ബന്ധപ്പെട്ട് ശ്രേയസ് വർദ്ധിക്കുക, മംഗളകരമായ കാര്യങ്ങൾ
വീടുകളിൽ നടക്കാനുള്ള സാധ്യത വർദ്ധിക്കുക, മനസ്സിന്റെ ചഞ്ചലത്വം നീങ്ങി ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ, കൂടാതെ ഈ സമയം മത്സരങ്ങളിലും മറ്റ് കാര്യങ്ങളിലും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുക, ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കുക, ഇത്തരത്തിൽ വളരെ അനുകൂലമായ കാര്യങ്ങളാണ് വന്നു ചേരുക. ധനപരമായ നേട്ടങ്ങളും ഈ സമയം പ്രതീക്ഷിക്കാം. തീർച്ചയായും പരമശിവനെ ആരാധിച്ച് ഈ സമയം മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്കും ഈ സമയം കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയമാണ്. മനസ്സിലെ ആലസ്യങ്ങൾ പോലും അകലുന്ന സമയം എന്ന് തന്നെ പറയാം. വ്യാപാരത്തിൽ അസാമാന്യമായ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. പ്രതീക്ഷിച്ച രീതിയിലുള്ള ധനം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതായ അവസരമാണ് ഇത്. മക്കളുമായി ബന്ധപ്പെട്ട് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് പോലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. അനാവശ്യമായ നിർബന്ധ ബുദ്ധി ഉപേക്ഷിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയത്ത് നിങ്ങളുടെ സ്വാധീന ശക്തി വർദ്ധിക്കുന്നതാണ്. ദൗത്യങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളുടെയും മറ്റു വ്യക്തികളുടെയും പിന്തുണ നിങ്ങൾക്ക് ആർജിക്കുവാൻ സാധിക്കും. ഈ സമയം കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും സാമ്പത്തിക സ്ഥിതി ഉയരുന്നതായ സമയം കൂടിയാണ് ഇത്. തീർച്ചയായും പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർക്കും ഈ സമയം വളരെ അനുകൂലമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള ഒരു സമയമാണ് ഇത്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാനസികപരമായി കരുത്ത് നേടുവാൻ സാധിക്കുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതുമായ സമയമാകുന്നു. പ്രശ്നങ്ങൾ അനുരഞ്ജനത്തിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വീട്ടമ്മമാർക്ക് അഭിനന്ദനങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയമാണ്. ചെലവ് നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ ഒരു പരിധിവരെ സഹായിക്കും. കൂടാതെ ഈ സമയം വ്യാപാരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുവാൻ സാധിക്കും. ആസൂത്രണ മികവ് അംഗീകരിക്കപ്പെടുന്നതായ അവസരമാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പ്രീതി ലഭിക്കുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. പിതൃക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സ്വത്തിൽ നിന്നും ആദായം ലഭിച്ച് തുടങ്ങുന്നതായ സമയം കൂടിയാണ്. ദുർവാസനകളെ നിയന്ത്രിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് തൊഴിൽപരമായി ശുഭവാർത്തകളും നേട്ടങ്ങളും വന്നു ചേരും. വിവാഹ കാര്യത്തിൽ അനുകൂലമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. ഇത്തരത്തിൽ അനുകൂലമാണ് നിങ്ങൾക്ക് ഈ സമയം എന്ന കാര്യം മനസ്സിലാക്കുക. പരമശിവനെ ആരാധിച്ച് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖ നക്ഷത്രക്കാർക്കും ഈ സമയം ഗ്രഹണശേഷമുള്ള ഈ സമയം വളരെ അനുകൂലമാകുന്നു. നിങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ പോലും നിറവേറ്റപ്പെടുന്നതായ സമയം. ധനം കൈകളിലേക്ക് വന്ന് ചേരുന്ന സമയം. കടബാധ്യതകൾ ഭാഗികമായാണ് എങ്കിലും വീട്ടുവാൻ സാധിക്കും. തൊഴിൽപരമായി നേട്ടങ്ങൾ വന്നു ചേരും. സഹോദരങ്ങളുടെ പിന്തുണ, സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കുന്നതായ സമയമാണ് ഇത്. ഈ സമയം പല പ്രശ്നങ്ങളും തീർപ്പാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ അസാധ്യമെന്ന് കരുതിയ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. വിമർശിക്കുവാൻ ആളുകൾ ഏറും എങ്കിലും നിങ്ങൾക്ക് അത് തരണം ചെയ്ത് വിജയങ്ങൾ നേടുവാൻ സാധിക്കും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആദായം വർദ്ധിക്കുന്നതായ സമയമാണ് ഇത്. ജോലി ചെയ്യുന്നവർക്ക് പുതിയ ചുമതലകൾ ലഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കുടുംബത്തോടൊപ്പം യാത്രകൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം നിങ്ങൾക്ക് ഏതൊരു പ്രശ്നത്തെയും പ്രതിരോധിക്കുവാൻ സാധിക്കും. പല രീതിയിലും നേട്ടങ്ങൾ കടന്നു വരും. ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും വിജയങ്ങൾ, പ്രത്യേകിച്ചും തൊഴിൽപരമായി വിജയങ്ങൾ നേടുവാൻ സാധിക്കും. ബിസിനസ് പരമായി വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കും. മാർഗക്ലേശങ്ങൾ ഒഴിവായി പോകുന്ന സമയം കൂടിയാണ് ഇത്. പുതുവഴികൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഈ സമയം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ധനം കൈകളിലേക്ക് വന്നു ചേരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം പിണങ്ങിയവർ പോലും ഇണങ്ങുന്നതായ സമയം കൂടിയാണ് എന്ന് ഓർക്കുക. ശുഭകരമായ സമയമാണ്. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം. തീർച്ചയായും പരമശിവനെ ആരാധിച്ച് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക.